അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗത്തെക്കുറിച്ചും ആ രോഗം വന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസി ഏത് നിലപാട് സ്വീകരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. സമകാലിക സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ഏറിയ ഭാഗവും രോഗത്തിൻ്റെ രൂപത്തിലാണോ മനുഷ്യ സമുദായത്തെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കപ്പെടുന്ന രൂപത്തിലാണ് പലരുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും രോഗമെന്ന പരീക്ഷണം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷണത്തിൻ്റെ മുൻപിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ചെറിയ കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇന്ന് പല കുടുംബങ്ങളിലും പലരും രോഗത്തിൻ്റെ ദുരിതക്കടലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിടപ്പാടം പോലും പണയപ്പെടുത്തി കടക്കാരായിക്കൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളെ ഇന്ന് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും.
ഒരു കുടുംബം കടക്കാരനായിട്ടില്ലെങ്കിലും ആ രോഗത്തെക്കുറിച്ചുള്ള ആദികളും സങ്കടങ്ങളുമായി അതിന്റെ വേദന സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകളും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. രോഗത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി വേദനയും പരീക്ഷണങ്ങളും ഒരൽപ്പം ഇല്ലാതാക്കുന്നു എന്ന ചിന്തയോടെ അതിൽ സങ്കടം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളും ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും ആളുകൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുകയില്ല, എനിക്ക് രോഗങ്ങളില്ല, എന്റെ കുടുംബത്തിൽ രോഗങ്ങളില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഒരാൾ പോലും ഈ കൂട്ടത്തിലില്ല. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള പേരുകളുമായി ഇങ്ങനെയൊക്കെ രോഗങ്ങളുണ്ടോ റബ്ബേ എന്ന് മനുഷ്യൻ മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിച്ചു പോകുന്ന രോഗത്തിന്റെ പല രൂപങ്ങളും ഈ സമൂഹത്തിലെ പലരും നമ്മളെ ഓർമ്മപ്പെടുത്തി തരാറുണ്ട്. മനുഷ്യന്റെ വായകൾക്ക് ക്യാൻസർ, മോണകൾക്ക് ക്യാൻസർ, അവന്റെ നാവിന് ക്യാൻസർ, വിസർജിക്കുന്ന ഭാഗത്ത് ക്യാൻസർ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സങ്കടങ്ങളുടെ, ദുരിതങ്ങളുടെ പരീക്ഷണങ്ങളിലൂടെ ഓരോ മനുഷ്യരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലരും ആ പരീക്ഷണങ്ങൾ കണ്ട് രോഗിയായി കിടക്കുന്നവനെ സന്ദർശിച്ചു പോരുമ്പോൾ അറിയാതെ റബ്ബിനോട് പറയും, അല്ലാഹുവേ, ഇതുപോലെയുള്ളൊരു പരീക്ഷണം, ഇതുപോലെയുള്ളൊരു രോഗം നീ മറ്റൊരാൾക്ക് കൊടുക്കരുതേ റബ്ബേ എന്ന് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെങ്കിൽ, മനുഷ്യരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സൂക്കേടിന്റെ രോഗത്തിന്റെ രൂപത്തിലാണ് റബ്ബ് പരീക്ഷിക്കുന്നതെങ്കിൽ അവിടെ തീരും നമ്മളുടെ പവറും പത്രാസും പണവും, നമ്മൾ നേടിയെടുത്ത ദുനിയാവിലെ സകല കാര്യങ്ങളും. കാരണം 16 കൊല്ലത്തെ പ്രവാസം കൊണ്ട് നേടിയെടുത്ത സമ്പത്ത് മുഴുവൻ 2 മാസത്തെ ഡയാലിസിസിന് കൊടുക്കാൻ പറ്റാതെ അവസാനം കടക്കാരനായി കടത്തിണ്ണയിൽ കിടന്നു മരിക്കേണ്ടി വന്നവന്റെ ചരിത്രം കൺമുൻപിലുണ്ടെങ്കിൽ, രോഗമെന്ന പരീക്ഷണത്തിൽ നിന്ന് ഓരോ സെക്കൻഡും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, സങ്കടപ്പെടുത്തുന്ന ദുരിതങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥാ എന്ന് പ്രാർത്ഥിക്കുകയും ആ റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് തേടുകയും ചെയ്യേണ്ട കാലഘട്ടമായി ഇന്ന് നമ്മളുടെ കൺമുൻപിൽ. കാരണം രോഗം നമ്മളിലേക്ക് കയറി വരാൻ അധിക സന്ദർഭങ്ങൾ വേണ്ട. നേരം വെളുത്ത് കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആഞ്ഞുവലിക്കുന്ന ശ്വാസത്തോടൊപ്പം വാരിയലിന്റെ ഉള്ളിൽ നിന്നും കുത്തിപ്പറഞ്ഞ വേദനയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് രേഖപ്പെടുത്തപ്പെട്ട MRI സ്കാനിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ 2 കിഡ്നിയും പ്രവർത്തനരഹിതമാണെന്ന് ഓർമ്മപ്പെടുത്തപ്പെട്ട 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ സങ്കടങ്ങളും കണ്ണുനീരും ദിനേന വാർത്തയല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഓരോ സെക്കൻഡും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ രോഗത്തിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൂടേണ്ട സെക്കൻഡുകളാണ്. ഇന്ന് തിരിച്ചറിയേണ്ട സന്ദർഭമാണ് നമ്മളുടെ കൺമുൻപിലുള്ളത്. പക്ഷേ രോഗിയായി എന്നതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ വെറുത്തു എന്ന അർത്ഥത്തിലല്ല. ഇന്ന് ചിലർ ചിന്തിക്കുന്നത് പോലെ രോഗിയാകുമ്പോഴേക്കും ആദ്യമായി ചിന്തിക്കുന്ന ചിന്ത, എന്താ റബ്ബേ എനിക്കിങ്ങനെ, ഞാൻ 5 നേരം പള്ളിയിൽ പോകുന്നവനാണല്ലോ, ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണല്ലോ, ഞാനൊരു ഇസ്ലാഹി പ്രബോധകനാണല്ലോ, ഞാൻ എൻ്റെ മക്കളെ ദീനീ ചിട്ടയോടെ വളർത്തിയിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ഭർത്താവിനോട് കടമകൾ നിർവഹിക്കുന്നവളാണല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എന്താണ് റബ്ബേ എനിക്ക് പരീക്ഷണം? കള്ളുകുടിച്ചും പെണ്ണുപിടിച്ചും പള്ളിയിൽ പോകാതെയും നടക്കുന്ന അവന്റെ വീട്ടിൽ ഒരു പനി പോലും കയറുന്നില്ലല്ലോ റബ്ബേ. അവരൊക്കെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ജീവിക്കുമ്പോ മക്കൾക്ക് മാറി ഭാര്യക്ക് തുടങ്ങി, ഭാര്യക്ക് മാറി രക്ഷിതാവിന് തുടങ്ങി, ഭർത്താവിന് മാറി വീണ്ടും മക്കൾക്ക് തുടങ്ങി. ഇങ്ങനെ ആശുപത്രിയും വീടും കുടുംബവുമായി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളിൽ പലരും സങ്കടത്തോടെ ചിന്തിക്കും, എന്താണ് റബ്ബേ എനിക്കിങ്ങനെ, എന്റെ കുടുംബത്തിനിങ്ങനെ, എന്റെ സൂക്കേടെന്താണ് റബ്ബേ മാറാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഒരു യഥാർത്ഥ വിശ്വാസി അവന്റെ ജീവിതത്തിൽ അള്ള കൊടുക്കുന്ന രോഗങ്ങളെ കൊണ്ട്
പരലോക രക്ഷ നേടുന്നവനായിരിക്കും. അല്ലാഹു തആല നൽകുന്ന രോഗങ്ങളെ, ആ രോഗത്തിന്റെ സങ്കടങ്ങളെ പുണ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അതുകൊണ്ടാ ശുദ്ധ വേദഗ്രന്ഥം ഓർമ്മപ്പെടുത്തിയതും നമ്മൾക്ക് മാത്രമല്ല രോഗം, ഇന്ന് കാണുന്ന ഈ കാലഘട്ടത്തിലെ രോഗങ്ങളെക്കാൾ അങ്ങേയറ്റം സങ്കടത്തോടെ രോഗത്തിനടിമപ്പെട്ട അനേകായിരം ആളുകൾ, അവരിൽ പ്രവാചകന്മാരും ഈ ഭൂലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകത്തിന്റെ പടച്ചതമ്പുരാൻ തെരഞ്ഞെടുത്ത പ്രവാചകൻ, തന്റെ സമുദായത്തെ നന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുമ്പോ ശരീരത്തിൽ വസൂരി പോലെയുള്ള രോഗം ബാധിച്ച് ശരീരം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം പരന്ന് ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയി, നാട്ടുകാരൊറ്റപ്പെടുത്തി മൂക്ക് പൊത്തിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിന്റെ മുൻപിലൂടെ നടക്കുമ്പോ മഹാനായ അയ്യൂബ് നബി ആ സങ്കടക്കടലിൽ നിന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു, ബാധിച്ച സങ്കടം, ആ രോഗത്തിന്റെ സങ്കടങ്ങൾ ശരീരത്തിന്റെ ഓരോ ഭാഗം അഴുകിയൊലിക്കുമ്പോ കൈ അള്ളാന്റെ നേരെ ഉയർത്തി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അയ്യൂബ് നബി ചോദിച്ച ചോദ്യം, അല്ലാഹുവേ അന്നീ മസ്സനി അൽളുറു, എനിക്കൊരു പ്രയാസം ബാധിച്ചിട്ടുണ്ട് റബ്ബേ, എനിക്കൊരു സങ്കടം ബാധിച്ചിട്ടുണ്ട് റബ്ബേ. ആ സങ്കടം എന്നിൽ നിന്നും നീങ്ങിക്കിട്ടാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വഅൻത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാനാണ് തമ്പുരാനെ. ലോകത്തിന്റെ റബ്ബ് കാണിക്കുന്ന കാരുണ്യം അത് രോഗത്തിന്റെ പേരിലാണെങ്കിലും അല്ലാത്ത രംഗത്താണെങ്കിലും റബ്ബ് കാണിക്കുന്ന കാരുണ്യം ഒരു സമാധാനത്തിനു വേണ്ടി നമ്മൾ പറയുന്ന കൂട്ടുകാരനോ നാട്ടുകാരനോ ബന്ധുക്കൾക്കോ നമുക്ക് നൽകാൻ സാധിക്കുകയില്ല. അനേകം കഥകൾ നമ്മൾ കാണാറുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ ആക്സിഡന്റ് പറ്റി 40 ദിവസത്തോളം കോമയിൽ കിടന്നിട്ടും ശരീരത്തിന് വയറിനു മാത്രം ചലനമുണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതി മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്ത് അവസാനം ചെറുകുടലിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്ത വെള്ളത്തിന്റെ പേരിൽ 40 ദിവസത്തോളം കോമയിൽ കിടന്നിട്ടും നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് ഇന്നെഴുന്നേറ്റ് നടക്കുന്ന രൂപം കൺമുൻപിലുണ്ടെങ്കിൽ റബ്ബ് തീരുമാനിച്ചാൽ മനുഷ്യരെ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് നടത്താനും നടക്കുന്ന നടപ്പിൽ നിന്ന് കിടത്താനും ലോകത്തിന്റെ റബ്ബിനെ സാധിക്കൂ. അതുകൊണ്ട് വഅൻത അർഹമുർ റഹീമീൻ, നീയാണ് റബ്ബേ കാരുണ്യവാൻ, എന്റെ രോഗം നീ എനിക്ക് സുഖപ്പെടുത്തി തരണം. കൊടുത്തു അല്ലാഹു തആല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രോഗം അശേഷം മാറി, അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടുകിട്ടി. വീണ്ടും അള്ളാന്റെ ദീനീ പ്രബോധന രംഗത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ത്യാഗം സഹിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കുടുംബത്തിൽ വിശ്വാസികൾ രോഗത്തെ പുണ്യങ്ങളാക്കി മാറ്റണം. രോഗം ആർക്കും വരും, ഏത് സെക്കൻഡും വരും, ചെറുതും വരും വലുതും വരും, സഹിക്കാൻ പറ്റാത്തത് വരും, സാമ്പത്തികമായി നമ്മളെ കടക്കണിയിലാക്കുന്നത് വരും. അതിന്റെ ഒന്നും പേരിൽ സൃഷ്ടിച്ച റബ്ബിനെ കുറ്റം പറയാൻ പാടില്ല. റബ്ബിനോട് ഏതെങ്കിലും സങ്കടങ്ങള് ആ രൂപത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, വിശ്വാസികൾക്ക് രോഗം ബാധിക്കുമ്പോ അതുകൊണ്ടൊരു വിശ്വാസിക്കുള്ള ഗുണം അവന്റെ പാപങ്ങൾ, അവന്റെ കുറ്റങ്ങൾ, അവൻ ചെയ്ത പാപങ്ങൾ ഓരോന്നും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും. എങ്ങനെ? എന്തിനേറെ ഒരു മൂക്കടഞ്ഞാൽ പോലും അടഞ്ഞ മൂക്ക് മറുഭാഗം കൊണ്ട് പൊത്തിപ്പിടിച്ച് ശ്വാസമയക്കുമ്പോ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗന്ധമറിയാതിരിക്കുമ്പോ നമ്മൾ അറിയാതെ പറയാറുണ്ട്, വല്ലാത്തൊരു നശിച്ച ജലദോഷം, വല്ലാത്തൊരു സങ്കടം, ഇതെന്തൊരു എടുങ്ങേറ് എന്ന് നമ്മളിൽ പലരും ചോദിക്കാറുണ്ട്. ഒരു ചെറിയ അസുഖം മതി നമ്മൾ ആകെ വയലന്റായി സങ്കടപ്പെട്ടു പോകാൻ. പക്ഷേ അള്ളാന്റെ പരീക്ഷണങ്ങൾ ഏത് ചെറുതാണെങ്കിലും ആ രോഗത്തിന്റെ പേരിൽ നമ്മളൊന്ന് ക്ഷമിച്ചാൽ നമുക്കിതല്ലേ വന്നിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ 39ാമത്തെ വാർഡ് മുതൽ 41ാമത്തെ വാർഡ് വരെ ഒരു തവണ നമ്മളൊന്ന് പോണം. കൈയില്ലാത്തവരും കാലില്ലാത്തവരും കണ്ണ് പുറത്തേക്ക് തള്ളിയവരും അങ്ങേയറ്റം ദുരിതപ്പെടുന്ന കാഴ്ചകൾ കാണുമ്പോ ചിന്തിക്കണം, ചെറിയ അസുഖങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ കൈവിട്ട് റബ്ബിനെ ചീത്ത പറയുന്ന, സങ്കടപ്പെടുന്ന, അതേറ്റവും വലിയൊരു പരീക്ഷണമാണെന്ന് ചിന്തിച്ച് അതിനെതിരെ തിരിയുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്കും ഉണ്ടാകാൻ പാടില്ല. മറിച്ചവൻ പ്രാർത്ഥിക്കണം, അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടാൻ. അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലാ ഉമ്മി സായിബി
ഔ ഉമ്മുൽ മുസയ്യിബി, ഉമ്മു സായിബിന്റെ വീട്ടിലോ ഉമ്മുൽ മുസയ്യിബിന്റെ വീട്ടിലോ, ഇതിലാരുടെയോ ഒരു പെണ്ണിന്റെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ചെന്നു. എന്തറിഞ്ഞപ്പോ ഉമ്മു മുസയ്യിബ് രോഗിയാണ്, പനി പിടിച്ച് കിടപ്പാണ് എന്നറിഞ്ഞ സമയത്ത് ഒന്ന് കാണാൻ വേണ്ടി അള്ളാന്റെ റസൂല് സഹാബാക്കളോടൊപ്പം കയറി ചെന്നു. ഫഖാല, കിടക്കുന്ന ഉമ്മു മുസയ്യിബിനോട് അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചു, മാലക്കി യാ ഉമ്മു മുസയ്യിബ്, അല്ല ഉമ്മു മുസയ്യിബേ, എന്തേ നിനക്ക് സംഭവിച്ചത്? എന്താ നിനക്ക് പറ്റിയത്? എന്താ നിന്റെ സൂക്കേട്? തുജഫ്സിഫീന, നീ വിറയ്ക്കുന്നുണ്ടല്ലോ, നിനക്ക് വല്ലാത്തൊരു വിറയിലുണ്ടല്ലോ, എന്താ നിനക്ക് സംഭവിച്ചത്? ഖാലത്ത്, ഉമ്മു മുസയ്യിബ് തിരിച്ചു പറഞ്ഞു, അൽ ഹുമ്മ, എനിക്ക് പനിയാണ് ബാധിച്ചത്, എനിക്ക് പനി പിടിച്ചു. ലാ ബാറക്കല്ലാഹു ഫീഹ, അല്ലാഹു അതിലൊരു ബർക്കത്തും തരാതിരിക്കട്ടെ. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാത്തൊരു നാശം എനിക്ക് പനിയാ പിടിച്ചത്, വല്ലാത്തൊരിടങ്ങേറ് എനിക്ക് പനിയാ പിടിച്ചത് എന്ന് പറയുന്നൊരു പ്രയോഗം ഉമ്മു മുസയ്യിബ് റസൂലുള്ളാഹിയോട് തിരിച്ചു പറഞ്ഞു. ഫഖാല, കേട്ട സെക്കൻഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു മുസയ്യിബിനോട് ഓർമ്മപ്പെടുത്തി, ലാ തസുബ്ബി അൽ ഹുമ്മ, ഉമ്മു മുസയ്യിബേ, ഒരിക്കലും നീ രോഗത്തെ, പനിയെ ശപിക്കാനോ ചീത്ത പറയാനോ നാശമെന്ന് പറയാനോ പാടില്ല. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം, എന്ത് രോഗം ആദമിന്റെ മക്കൾക്ക് വന്നാലും, എന്ത് സങ്കടം രോഗത്തിന്റെ രൂപത്തിൽ അല്ലാഹ് ആദമിന്റെ മക്കൾക്ക് കൊടുത്താലും, അതുകൊണ്ടൊക്കെ അവൻ സഹിക്കുന്ന ഓരോ സെക്കൻഡും ആ രോഗത്തിന്റെ സഹനം കൊണ്ട് അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കമാ യുദ്ഹിബുൽ ഖീറു ഖബസൽ ഹദീദ്, ഒരു ഉല ഇരുമ്പിൽ നിന്നും തുരുമ്പ് കളയുന്നത് പോലെ. പ്രാചീന കാലഘട്ടത്തിൽ ഇരുമ്പിൽ തുരുമ്പ് ബാധിക്കുമ്പോ അത് കളയാൻ വേണ്ടി എടുക്കുന്ന ഉല അതിന്റെ മുകളിലൂടെ ഒന്നൊരയ്ക്കുമ്പോ തുരുമ്പില്ലാത്ത രൂപത്തിൽ വെട്ടിത്തിളങ്ങുമാറ് തിളങ്ങിപ്പോരുന്നത് പോലെ അവൻ പാപങ്ങൾ ഓരോന്നും അള്ളാഹു പൊറുത്തുകൊണ്ടിരിക്കും. ക്ഷമിച്ചാൽ അത് റബ്ബിന്റെ പരീക്ഷണമാണെന്ന് ചിന്തിച്ചാൽ, എന്റെ രോഗം നീ എനിക്ക് എളുപ്പത്തിൽ സുഖപ്പെടുത്തി തരണേ നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടിയാൽ, ചെറിയൊരു മുള്ളു തറയ്ക്കുന്ന സെക്കൻഡിൽ പോലും, ഒരു ചെറിയ ജലദോഷം വരുമ്പോൾ പോലും, ഓരോ സെക്കൻഡും നിരവധി പാപങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് പുറത്തു നൽകിക്കൊണ്ടിരിക്കുന്നത്, മാപ്പാക്കി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോ, രോഗം ബാധിക്കുമ്പോ, ഇന്ന് പല കുടുംബങ്ങളിലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും നമ്മൾ കേൾക്കാറുണ്ട്, രക്ഷിതാക്കൾക്കാണ് രോഗം ബാധിച്ചതെങ്കിൽ, പ്രായമായ രക്ഷിതാക്കൾക്കാണ് സൂക്കേട് ബാധിച്ചതെങ്കിൽ, ആശുപത്രിയിലേക്ക് കയറി ചെല്ലുമ്പോ 4 ഭാഗത്തും ഓക്സിജൻ കയറ്റി കൈകളിലും കാലുകളിലും ഇഞ്ചക്ഷൻ എടുത്ത പാടുമായി കിടക്കുന്ന സമയത്ത് ചില രക്ഷിതാക്കളും ചില വാപ്പാരുമാര് പറയാറുണ്ട്, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുത്തി മക്കളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ചെലവ് വരുത്തി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹ് വിളിച്ചാൽ അങ്ങ് പോകാമായിരുന്നു, ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് ചില രക്ഷിതാക്കൾ പറയാറുണ്ട്. ഇന്ന് പല കുടുംബത്തിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ചിലർ റബ്ബിനോട് പ്രാർത്ഥിക്കും, മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ചെറിയ സൂക്കേടുകൾ വരുമ്പോഴേക്കും രക്ഷിതാക്കൾ പ്രാർത്ഥിക്കും, മക്കളെ ഒന്നും കഷ്ടപ്പെടുത്താണ്ട് ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, എന്നെ കൊണ്ട് മക്കൾക്കൊരു ചെലവ് വരരുത്. ഇതേപോലെ രക്ഷിതാക്കളും മക്കളും ചിന്തിക്കുന്നു, ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. അങ്ങനെ ഓരോ രോഗത്തിന്റെ പേരിലും മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ മനുഷ്യരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഒരു കാരണത്തിന്റെ പേരിലും മരണം നിങ്ങൾ ആസ്വദിക്കരുത്. കാരണം മരണത്തിന് ശേഷം ആസ്വാദനമല്ല ഒരുപക്ഷെ റബ്ബ് നമുക്ക് വരവ് വെച്ചതെങ്കിൽ, മരണത്തോടു കൂടി ദുനിയാവിലെ സുഖങ്ങളും രസങ്ങളും നമുക്ക് അവസാനിക്കാൻ അത് കാരണമാകും. ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോ ഒന്നും മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് രോഗം കൊണ്ട് ചിലർ പറയുമ്പോ നമ്മളൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്, അവരെ വിചാരം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദനയില്ലാത്ത ലോകത്തേക്കാ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് ഹൈറായി കിട്ടും എന്ന് തെറ്റിദ്ധരിക്കല്ലേ. മരണത്തിന് ശേഷം അള്ളാഹ് കാത്തുവെച്ചത് കബറെന്ന തീരാ ദുരിതത്തിലെ സങ്കടങ്ങളാണെങ്കിൽ, ആ കബറിൽ കിടക്കുമ്പോ നിങ്ങൾ ചിന്തിച്ചു പോകും, പൊന്നുനാഥ, ആ മരണപ്പെടാത്താതെ എന്റെ രോഗമാണെങ്കിൽ പോലും അത് സഹിച്ചിട്ടെങ്കിലും എനിക്ക് അള്ളാന്റെ കബറിൽ രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് കബറിൽ വെച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കാൻ. എന്തെങ്കിലും സങ്കടങ്ങൾ ബാധിക്കുമ്പോ മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്. അതുകൊണ്ട് ആ ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയതും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ലാ യതമയ്യന അഹദുക്കും, നിങ്ങളിൽ ഒരാൾ പോലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല.
ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത് മിൻ ദുർരി അസാബഹു, നിങ്ങൾക്ക് ബാധിച്ച പ്രയാസത്തിന്റെ പേരിൽ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ, എന്നാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനേറെയായി, നിങ്ങളെ കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് ആ അള്ളാന്റെ രോഗം എന്ന പരീക്ഷണം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഫൽയകുൽ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അല്ലാഹുമ്മ അഹ്യീനി, അല്ലാഹുവേ നീ എന്നെ ജീവിപ്പിക്കണേ നാഥ, മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ റബ്ബേ, വതവഫനി, ഇനി എന്നെ നീ മരിപ്പിക്കണേ, ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണം. ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം റബ്ബേ, മരണമാണ് നല്ലതെങ്കിൽ നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണം. ഇത് പ്രാർത്ഥിക്കാൻ പറയാനുള്ള കാരണം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രോഗം ബാധിച്ച് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഏറെ എനിക്കുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ടാകും, എന്റെ മരണത്തോടെ അള്ളാന്റെ സ്വർഗമായിരിക്കും എനിക്ക് കിട്ടുക. കാരണം ഞാൻ നന്മ ചെയ്തവനാ, ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ ചെയ്തവനാ. അതുകൊണ്ട് റബ്ബേ, എന്റെ ഹൈറിലേക്ക് മരണമാണ് എന്നെ തടയുന്നതെങ്കിൽ എന്നെ നീ മരിപ്പിച്ചോ റബ്ബേ. ഖബറെന്ന ഹൈറിലേക്ക്, പരലോകം എന്ന ഹൈറിലേക്ക് നീ എന്നെ കൊണ്ടുപോയിക്കോ. അതല്ല റബ്ബേ, എനിക്ക് മരണം ഫിത്നയാണെങ്കിൽ, അഥവാ എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്താലേ ഖബറെന്ന ലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ എന്നെ നീ മരിപ്പിക്കല്ലേ റബ്ബേ. സങ്കടം സഹിച്ചിട്ടാണെങ്കിലും രോഗം ബാധിച്ചിട്ടാണെങ്കിലും ഞാനത് ക്ഷമിച്ചോളാം നാഥ. എനിക്ക് ആ ക്ഷമയിലൂടെ നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണം എന്ന ഉദ്ദേശമാണ് ഈ പ്രാർത്ഥനയെ കൊണ്ടുള്ളത് എന്ന് മുൻഗാമികളായ ആലിമീങ്ങളും പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ മരണത്തിന്റെ ഏതെങ്കിലും സങ്കടങ്ങളുടെ പേരിൽ മരണത്തെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് സങ്കടപ്പെട്ട് പറയാൻ പാടില്ല. ഖൈറാണെങ്കിൽ റബ്ബേ നീ എന്നെ ജീവിപ്പിക്കണം, മരണമാണ് നല്ലതെങ്കിൽ നീ എന്നെ അങ്ങ് മരിപ്പിച്ചേക്കണം. അങ്ങനെ രോഗം ബാധിച്ച് കിടക്കുന്ന സെക്കൻഡ് പോലും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതേ പ്രതിഫലം രോഗിയായ ആളുകൾക്കും അള്ള നൽകും. അഥവാ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും സുബഹിക്ക് പള്ളിയിൽ പോകുന്ന വാപ്പ, അല്ലെങ്കിൽ അമലുകൾ ചെയ്യുന്ന ഉമ്മ, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുന്ന രക്ഷിതാക്കൾ, അങ്ങനെ ഒരു ദിവസം അവർക്ക് രോഗം ബാധിച്ചു, പനി പിടിച്ചു, എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായി, പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല, ഐസിയുവിന്റെ ഉള്ളിൽ മാസങ്ങളോളം അവർക്ക് കിടക്കേണ്ടി വന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ള ആളുകളോട് ക്ഷമയോടെ രോഗത്തെ നേരിടുന്ന വിശ്വാസികളോട് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഇദാ മരിദൽ അബ്ദു, ഒരു അടിമക്ക് അല്ല ഒരു രോഗം കൊടുത്തു എന്ന് വിചാരിക്കുക, ഔ അല്ലെങ്കിൽ സാഫറ, അവനൊരു യാത്രയിലാണ് എന്ന് സങ്കല്പിക്കുക. ഒന്നുകിൽ രോഗി അല്ലെങ്കിൽ നിർബന്ധിതമായൊരു യാത്ര. കുത്തിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ ചെയ്ത അമലുകൾ പോലെ രോഗിയായി കിടക്കുന്ന സമയത്തും ആ അമലിന്റെ പുണ്യം അള്ളാഹു അവന് പകരം കൊടുക്കും. സുബഹിക്ക് പോകാൻ പറ്റാത്ത വാപ്പ രോഗിയായി കിടന്നാലും ആയ കാലങ്ങൾ അത്രയും സുബഹിക്ക് പള്ളിയിൽ പോയ വാപ്പാക്ക് അള്ള കൊടുക്കുന്ന ഒരു പുണ്യമാണ്. രോഗിയായി കിടക്കുന്ന സമയത്തും അല്ലാത്ത സമയത്ത് ചെയ്തവനാണെങ്കിൽ ആ കൂലി, ആ പ്രതിഫലം കണക്കനുസരിച്ച് രോഗിയായി കിടക്കുന്ന ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. രോഗികൾക്ക് മാത്രമുള്ള ലോകത്തിന്റെ സൃഷ്ടാവിന്റെ പുണ്യം. അതുകൊണ്ട് ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയതും, നിങ്ങളെ ബാധിച്ച രോഗത്തിന്റെ പേരിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല. കാരണം രോഗം റബ്ബിന്റെ പരീക്ഷണമാ. ഇന്ന് വരുത്തി വെക്കുന്ന രോഗങ്ങളെ കുറിച്ചല്ല, മനുഷ്യന്റെ അനിയന്ത്രിതമായ ലൈംഗിക അരാജകത്വം കൊണ്ടും ഭക്ഷണശീലം കൊണ്ടും മനുഷ്യൻ വരുത്തി വെക്കുന്ന രോഗങ്ങളെ കുറിച്ചല്ല എന്റെ സംസാരം. ബീഡി വലിച്ചും കള്ളുകുടിച്ചും ലഹരി ഉപയോഗിച്ചും കരളുവാടി അല്ലെങ്കിൽ കിഡ്നി നഷ്ടപ്പെട്ടവനെ പറ്റിയല്ല രോഗത്തിന്റെ എന്റെ സംസാരം. ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മകൾ ചെയ്തിട്ടും അള്ളാന്റെ പരീക്ഷണം കടന്നു വരുമ്പോ ആ പരീക്ഷണത്തിന്റെ മുൻപിൽ, രോഗത്തിന്റെ മുൻപിൽ സങ്കടപ്പെട്ടു പോകുന്ന ആളുകളോട് അനവധി ആളുകളുണ്ട്. ഓരോ ആശുപത്രിയിലേക്ക് കയറി ചെല്ലുമ്പോ സന്ദർശിക്കാൻ നേരത്തെ കൈപിടിച്ച് മുറുകെ പിടിച്ചിട്ട് പറയും, എന്താണ് ഉസ്താദേ എനിക്കിങ്ങനെ, നിങ്ങളൊന്ന് ദ്വാരക്കണേ, നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വല്ലാതൊരു വേദന, വല്ലാത്തൊരു അസ്വസ്ഥത, എഴുന്നേൽക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല.
ഇങ്ങനെ സങ്കടങ്ങൾ വീർപ്പുമുട്ടിച്ച് അറിയാതെ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടാകുമ്പോ അവരിൽ നമ്മളെ വാപ്പാരുണ്ട്, നമ്മളെ ഉമ്മമാരുണ്ട്, നമ്മളെ അയൽവാസികളുണ്ട്, നമ്മളുടെ കുടുംബക്കാരുണ്ട്. അവരോട് പറയണം, നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതെ, അത് റബ്ബിന്റെ പരീക്ഷണമാണെന്ന് കരുതി ഓരോ സെക്കൻഡും ആ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരം പാപങ്ങൾ പൊറുക്കുന്ന റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, തേടിക്കൊണ്ടിരിക്കണം. അവർക്ക് ആശ്വാസം കൊടുക്കാനുള്ള ബാധ്യത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ രോഗികളെ സന്ദർശിക്കാൻ പോലും നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. അയൽവാസി രോഗിയാണോ എന്നറിയുന്നത് രോഗക്കിടക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാ. ആർക്കും ആരോടും ഇന്ന് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല. അവനാന്റെ രോഗം, നമ്മളുടെ രോഗം, നമ്മളെ ജീവിതം അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ ഒരിക്കൽ പോലും ഒരു രോഗിയെ കാണാൻ നമ്മൾ ചെന്നിട്ടില്ല. അറിഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ പലരും രോഗിയാണെന്ന്. ഇന്നവൻ സുക്കേടുകാരനായി കിടക്കുകയാ, ഇന്നവര് സുക്കേടുകാരിയായി കിടക്കുകയാ എന്നറിഞ്ഞിട്ടും നമ്മൾക്ക് നേരം കിട്ടിയിട്ടില്ല. നാളെ പോകാം, രക്ഷിതാക്കൾ മക്കളെ ഉപദേശിക്കും, ഈ ഒന്ന് കയറണം. മക്കള് രക്ഷിതാക്കളോട് പറയും, നിങ്ങളൊന്ന് ചെന്ന് കയറി പോരണം, നിങ്ങളൊന്ന് കാണണം. വാപ്പാര് മക്കളോടും മക്കള് വാപ്പാരോടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം 3-4 മാസം കഴിഞ്ഞ് അയാൾ മയ്യത്തായി മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ പിന്നീട് മയ്യത്തിന്റെ മുഖം കണ്ട് മാറി നിന്ന് ഞാനൊന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംസ്കാര രീതിയുണ്ടല്ലോ. അതൊക്കെ ഒന്ന് മാറണേ ഉമ്മത്തെ. രോഗിയാണോ, കുടുംബത്തിലുണ്ടോ, അയൽപ്പക്കക്കാരിലുണ്ടോ, സമയമുണ്ടാക്കിയിട്ടേ നമ്മൾ ആ ഒരു വിഷയത്തിൽ ഇടപെടണം, കാണാൻ ചെല്ലണം, സന്ദർശിക്കണം. കാരണം രോഗികളെ സന്ദർശിക്കുന്നതിന്റെ പുണ്യം ലോകത്തിന്റെ പ്രവാചകൻ സഹാബാക്കളെ ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രോഗികളായി കിടക്കുന്ന ചിലർക്ക് സന്ദർശിക്കാൻ വരിക എന്നുള്ളത് ഒരു മുരടിപ്പായി അനുഭവപ്പെടാറുമുണ്ട്. സൂക്കേടുകാരനാ, പക്ഷെ കാണാൻ ചെല്ലുന്നത് ഇഷ്ടമില്ല. അല്ല, മറ്റുള്ളവരെ കാണിക്കാൻ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങൾ ഉണ്ടാവാം, അവര് മാറി നിൽക്കട്ടെ. അതല്ലാതെ കുറെ സൂക്കേടുകാരെ കാണാൻ ആളുകൾ വരിക, സംസാരിക്കുക, ആ രൂപത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുക, ആരെയും അറിയിക്കണ്ട, ആരോടും പറയണ്ട. അതേ മനുഷ്യര് തന്നെ 4 മാസം കഴിഞ്ഞ് ആരോഗ്യത്തോടെ അങ്ങാടിയിലൂടെ നടക്കുമ്പോ, കുടുംബക്കാരുമായി ഇടപെടുമ്പോ അവര് തന്നെ കുറ്റം പറയും. സൂക്കേടായി കിടന്നിട്ടും ഒരാളുന്നെ കാണാൻ വന്നിട്ടില്ല, കാണുന്നത് ഇഷ്ടമില്ലെന്ന് നാട്ടുകാരോട് പറഞ്ഞ് പിന്നീട് കാണാൻ വരാത്തതിന്റെ പേരിൽ കുറ്റം പറയുന്ന രൂപങ്ങളാവരുത്. ഒരാളെങ്കിലും കയറി വന്ന് ദീനിനു വേണ്ടി നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം രോഗിയായി കിടക്കുകയാണ് എന്നറിയുമ്പോ സന്ദർശിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഗദുവത്തൻ, അങ്ങനെ അവൻ ചെന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ചെന്നത് രാവിലെയാണെങ്കിൽ, ഇല്ലാ സൊല്ല അലൈഹി, അങ്ങനെ രോഗിയെ കണ്ട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശ്വാസം കൊടുത്ത് ബന്ധം പുതുക്കി തിരിച്ചു വരുന്ന അവനു വേണ്ടി ഇല്ലാ സൊല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യംസി, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അഥവാ മഗ്രിബിന്റെ സമയം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാറും റഹ്മത്തും ചോദിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ? നേരം കിട്ടാത്ത വലുപ്പം പറഞ്ഞ്, സ്വന്തം ജീവിതത്തിന്റെ തിരക്ക് പറഞ്ഞ് ഉള്ളിലേക്ക് വലിഞ്ഞുകൂടുന്ന അണുകുടുംബക്കാരെ ചിന്തിക്കണം. ഏതെങ്കിലും ഒരു രോഗിയെ കണ്ട്, നേരം വെളുത്ത് രോഗിയെ കണ്ട് അവന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ തിരിച്ചു പോരുമ്പോ നിങ്ങളോടൊപ്പം അള്ള നിശ്ചയിച്ച 70,000 മലക്കുകളുണ്ട്. നിങ്ങളെ റഹ്മത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കാൻ, നിങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ. ഹത്താ യംസി, വൈകുന്നേരം വരെ ആ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് അത് ചോദിച്ചുകൊണ്ടിരിക്കും. വഇൻ ആദഹു അശിയതൻ, ഇനി അതല്ല, നിങ്ങൾ വൈകുന്നേരമാണ് പോകുന്നതെങ്കിൽ, രാത്രിയാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നതെങ്കിൽ, ഇല്ലാ സൊല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യുസ്ബിഹു, നേരം വെളുക്കുന്നത് വരെ 70,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നേരം വെളുക്കുന്ന സമയത്ത് പോയവന് അസ്തമിക്കുന്ന സമയം വരെ 70,000 മലക്കുകൾ, അസ്തമിക്കുന്ന സമയത്ത് പോയവന് പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ 70,000 മലക്കുകൾ. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അത് മാത്രം മതി അയാൾ സ്വർഗത്തിൽ പോകാൻ, അത് മാത്രം മതി അവനെ കുറിച്ച് തിരിച്ചറിയാൻ. ആ രോഗ സന്ദർശനമെല്ലാം നമ്മളെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാ മനുഷ്യരെ
പലപ്പോഴും നമ്മൾ അഹങ്കാരികളായി പോകുന്നത്. കിട്ടുന്ന പണം ഉപയോഗിച്ച് ദുനിയാവ് വാരിപ്പിടിച്ച് വെപ്രാളപ്പെട്ട് ആഹ്ലാദിച്ച് ആർഭാടം കാണിച്ച് ജീവിക്കാനുള്ള കാരണം നമ്മൾ കണ്ടിട്ടില്ല രോഗികളെ, നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ പരീക്ഷണം. ഏതെങ്കിലും ശീതീകരിക്കപ്പെട്ട AC റൂമിൽ ചെന്ന് കിടക്കുന്നവന് കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു കൊട്ട ഫ്രൂട്ട്സ് കൊടുത്ത് തിരിച്ചു പോരലല്ല രോഗസന്ദർശനം. അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് നമ്മളെ മകള് പ്രസവിച്ചപ്പോ അവരും കുഞ്ഞുടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാരണത്തിന്റെ പേരിൽ കുടുംബത്തെയും കൂട്ടി പ്രസവിച്ച് കിടക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് പ്രസവിച്ച് കിടക്കുന്നവളെ കണ്ട് തിരിച്ചു പോരലല്ല രോഗസന്ദർശനം. അള്ളാന്റെ പരീക്ഷണത്തിന് വിധേയരായി കണ്ണും കാതും നഷ്ടപ്പെട്ട് ചോര തുപ്പി സങ്കടപ്പെട്ട് അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്ന രോഗികളെ കാണാൻ ചെല്ലണം, ആശ്വാസം കൊടുക്കണം. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കുമോ നിങ്ങൾ അതിന് തയ്യാറാകണം. അതല്ലാതെ അയൽപ്പക്കക്കാരൻ ഒരു ഓപ്പറേഷന് വേണ്ടി വാവിട്ട് കരയുമ്പോഴും അവനാന്റെ ലോക്കറിലെ 100-150 പവനും കെട്ടിപ്പൂട്ടി വെച്ച് ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ എവിടെയാ മനുഷ്യരെ സഹജീവി സ്നേഹം? എവിടെയാ മനുഷ്യരെ നമുക്ക് കാരുണ്യം? അയൽപ്പക്കക്കാരൻ മകനെയൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു 500 രൂപക്ക് വാവിട്ട് കരയുമ്പോ, ഒരു ജീവിതത്തിന് വേണ്ടി കൈ നീട്ടുമ്പോ അവനാന്റെ ബാങ്ക് ബാലൻസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വലുപ്പത്തിനു വേണ്ടി ആരെയും അറിയിക്കാതെ കൊണ്ടു നടക്കുന്നവർക്ക് എവിടെയാ മനുഷ്യരെ ഇസ്ലാമിന്റെ സ്നേഹം? എവിടെയാ ഇസ്ലാമിന്റെ സാഹോദര്യം? അവിടെയാ ലോകത്തിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ ചെല്ലണേ, സന്ദർശിക്കണേ, കാണണേ, സംസാരം കൊണ്ടെങ്കിലും ഒരാശ്വാസം അവർക്ക് കൊടുക്കണേ. സാമ്പത്തികമായിട്ടാണോ ഒന്ന് നിങ്ങൾ സഹായിക്കണേ. കാരണം അത് നിങ്ങൾക്കും വന്നേക്കാം. പണക്കാരനാണോ നിങ്ങൾക്കും വന്നേക്കാം. പാവപ്പെട്ടവനാണോ അവനും വന്നേക്കാം. അതുകൊണ്ടാ നാളെ പരലോകത്ത് ചൊല്ലുമ്പോ അള്ളാഹുവിന്റെ മഹ്ശറയിൽ വിചാരണക്ക് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടരെ അള്ളാന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ മാറ്റി നിർത്തും. അവർക്ക് റബ്ബിന്റെ കൽപ്പന വന്നു, നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങളോട് എനിക്ക് ബന്ധമില്ല, നിങ്ങളുമായി ഞാനുമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ല. അത്ഭുതത്തോടെ അവര് ചോദിക്കും, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, ഞങ്ങളും നല്ലത് ചെയ്തവരാണല്ലോ, ഞങ്ങൾ നമസ്കരിച്ചവരാ, ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചവരാ, സ്വാലിഹായ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാ. അങ്ങനത്തെ ഞങ്ങളെ മാറ്റി നിർത്താനുള്ള കാരണം എന്താ? റബ്ബിന്റെ മറുപടി വരും, ഞാൻ രോഗിയായി കിടന്നിട്ടില്ലായിരുന്നോ, എന്നിട്ട് നീ എന്തേ എന്നെ സന്ദർശിക്കാൻ വന്നില്ല? കൈമലർത്തിക്കൊണ്ട് അടിമകൾ ചോദിക്കും, അൻത മരീദ് യാ റബ്ബ്, അല്ലാഹുവേ, നീ രോഗിയായി കിടക്കുകയോ? ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, നിനക്കെങ്ങനെയാ രോഗം ബാധിക്കുക? ലോകത്തിന്റെ റബ്ബിന്റെ ചോദ്യം, നിന്റെ അയൽപ്പക്കക്കാരൻ, നിന്റെ കുടുംബക്കാരൻ രോഗിയായി കിടപ്പിലായിട്ടുണ്ട് എന്ന് നിനക്കറിയില്ലായിരുന്നോ? മാരകമായ രോഗം, സങ്കടപ്പെടുത്തുന്ന രോഗം അവന് ബാധിച്ചിട്ടുണ്ട് എന്ന് നീ അറിഞ്ഞിട്ടില്ലായിരുന്നോ? ഉണ്ട് റബ്ബേ, പലരും പറഞ്ഞ് ഞാൻ അതറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടെന്തേ നീ അവനെ സന്ദർശിക്കാൻ ചെന്നില്ല? ഞാനായിരുന്നു അവൻ, ഞാനായിരുന്നു അത്, നീ എന്തേ എന്നെ കാണാൻ വന്നില്ല എന്ന് റബ്ബ് ചോദിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സമയമുണ്ടാക്കിയിട്ടെങ്കിലും രോഗസന്ദർശനത്തിന്റെ വലുപ്പം മനസ്സിലാക്കി രോഗസന്ദർശനത്തിന് വേണ്ടി പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒരാഴ്ചക്ക് മാറ്റം വരുത്തി ആശുപത്രികളിലേക്ക് ചെല്ലട്ടെ, രോഗികളുടെ സങ്കടങ്ങൾ അറിയട്ടെ, അള്ളാന്റെ പരീക്ഷണത്തിന്റെ വലുപ്പം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അങ്ങനെ കയറി ചെല്ലുന്നവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്ന് പ്രാർത്ഥന പോലും പല കുടുംബത്തിലും പല രോഗസന്ദർശനത്തിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ചിലർക്കൊരു കുറവാ. എങ്ങനെ കയറി ചെന്ന് ആ രോഗിയെ കണ്ട് എങ്ങനെയുണ്ട്, ഇപ്പൊ സുഖണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങി പോകുന്നത് കാണാം. ഒരു തവണ പോലും അയാളുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ല. വെറുതെ കണ്ടുപോരലല്ല പുണ്യം, അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ബാധ്യത, അത് നിർവഹിച്ചു കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ആ ബാധ്യത എന്താ? അയാൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കല. കയറി ചെല്ലുന്ന വ്യക്തി, ആ വ്യക്തി അയാളുടെ അരികിലേക്ക് ചെന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മഹാനായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തി, ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദു ബഅല അഹ്ലിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്ക് തന്റെ കുടുംബത്തിലുള്ള രോഗികളെ സന്ദർശിക്കാൻ ചെല്ലും. എന്നിട്ടോ യംസഹു ബിയദിഹി അൽ യുംന, വലത്തെ കൈയെടുത്ത് അവരെ മേലൊന്ന് തടവും, പതുക്കെ കൈകൊണ്ടൊന്ന് തടവും, അല്ലെങ്കിൽ ഒന്ന് തൊടും, അവരെ ശരീരത്തിലൊന്ന് കൈവെക്കും. വയഖൂലു, എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഈ പ്രാർത്ഥനയാണ്
ഒരു രോഗിക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ പ്രാർത്ഥന ചൊല്ലാതെയാ നമ്മളിൽ പലരും തിരിച്ചു പോകാറുള്ളത്. ഒരുപാട് ആശുപത്രികളിൽ ഒരുപാട് രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ പലരും കയറി വന്നു പോകും. രോഗിയായി കിടക്കുന്നത് നമ്മളാണെങ്കിൽ പോലും ഈ കൂട്ടത്തിൽ ആർക്ക് പറയാൻ സാധിക്കും? കയറി വന്ന ആളുകളിൽ ഒന്നോ രണ്ടോ ആളുകൾ നമ്മളെ ശരീരത്തിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അല്ലാത്തവര് വരും, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിത്തരും, കയ്യിലുള്ളത് വിട്ടുതരും, നമ്മൾ പ്രാർത്ഥിക്കട്ടോ എന്ന് വാക്കാലെ പറയും, അവരവരെ ഭാഗത്തേക്ക് തിരിച്ചു പോകും. അതല്ല, പ്രാർത്ഥിക്കട്ടെ അവർക്ക് വേണ്ടി, കൈവച്ച് റബ്ബിനോട് തേടട്ടെ, അള്ളാഹുവേ നീ ഇത് പൊറുക്കണേ നാഥ, രോഗം ശമിപ്പിച്ചു കൊടുക്കണേ റബ്ബേ, ക്ഷമ കൊടുക്കണേ റബ്ബേ എന്നങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രോഗിയെ സന്ദർശിക്കുന്നവരുടെ ബാധ്യതകളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് നല്ല സംസാരങ്ങൾ സംസാരിക്കുക, സാമ്പത്തികമായി അവർക്ക് വേണ്ട പിന്തുണയും ആശ്വാസവും കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇതല്ലാത്ത ഒരു മാർഗങ്ങളും രോഗികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഇസ്ലാം സമുദായത്തെ പഠിപ്പിച്ചിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലർ ചെയ്യുന്നത് പോലെ മന്ത്രിച്ചൂതിക്കെട്ടലും ഉസ്താദുമാരെ കൊണ്ട് ഊതിക്കലും ആ രൂപത്തിലുള്ള നുറുങ്ങു പൊടിക്കൈകളൊന്നും ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഓരോ രോഗികളെയും സന്ദർശിക്കുന്ന നമുക്കുള്ള ബാധ്യത അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണെങ്കിൽ ആ ഒരു സൂക്ഷ്മതയായിരിക്കണം രോഗസന്ദർശനത്തിലും രോഗരംഗത്തും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ടത്. അഥവാ രോഗം ദുരിതങ്ങളായിട്ട് കാണരുത്, രോഗം റബ്ബിന്റെ സഹായമായി പരലോകത്തേക്കുള്ള രക്ഷയായിട്ട് കാണണം. സഹിക്കാൻ പറ്റാതെ മാനസികമായി തളരുമ്പോ റബ്ബിൽ തവക്കുൽ ചെയ്ത് നിലനിൽക്കാൻ സാധിക്കണം. അതിലും വലുത് കൊടുത്ത അനേകായിരങ്ങൾ ഈ ഭൂലോകത്തുണ്ട്, അനേകായിരങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. 2 മക്കളെ കിട്ടിയവൻ 3ാമത്തെ മകള് മരിച്ചു പോകുമ്പോ വേവലാതിപ്പെട്ട് മാറത്തടിച്ച് കരയാൻ പാടില്ല. കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആയിരങ്ങൾ ചെലവഴിച്ച് ലോകത്തുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളിലും കയറിയിറങ്ങുന്നവന്റെ കണ്ണുനീരിലേക്ക് നോക്കണം. അങ്ങനെ ഓരോ രോഗങ്ങളെയും റബ്ബ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ ചിന്തിച്ചുകൊണ്ട് നേരിട്ടാൽ ഓരോ സെക്കൻഡും നമ്മളെ ബാധിച്ച രോഗം നമുക്ക് പരലോകത്തേക്കുള്ള രക്ഷയായി മാറും. അതല്ല, എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും വല്ലാതെ വയലന്റായി അതിന്റെ പേരിൽ സങ്കടപ്പെട്ട് മനസ്സ് മുഷിഞ്ഞ് കാണുന്നവരോടൊക്കെ ദേഷ്യം, മക്കളോട് ദേഷ്യം, ഭാര്യനോട് ദേഷ്യം, ഭർത്താക്കന്മാരോട് ദേഷ്യം, ഇങ്ങനെയുള്ള ഒരു മുഷിഞ്ഞ മനസ്സുമായി ജീവിക്കുമ്പോ ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി, ക്ഷമിക്കാത്തവന് ആ വേദനയോടൊപ്പം അള്ളാന്റെ പരീക്ഷണങ്ങൾ അധികരിക്കുകയും പരലോകത്ത് ശിക്ഷ ബാക്കിയാവുകയും ചെയ്യുകയല്ലാതെ ഒരു നേട്ടവും അങ്ങനെയുള്ള രോഗികൾക്ക് ഇഹലോകത്തോ പരലോകത്തോ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയതും നിങ്ങളുടെ വിശ്വാസം രോഗത്തെ അതിജീവിക്കണം, രോഗം റബ്ബിന്റെ പരീക്ഷണമാണെന്ന് കരുതി നിയന്ത്രിക്കാനും സൂക്ഷിക്കാനും നമ്മെക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഇതുവരെ ഓർമ്മപ്പെടുത്തിയത് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ്. എന്നാൽ മനുഷ്യന്റെ ആന്തരികമായി മനസ്സുകളെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അതിലൊന്ന് അഹന്തയും, 2ാമത്തേത് അഹങ്കാരവും, 3ാമത്തേത് അസൂയയുമാ. ഇത് മനുഷ്യന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തും, മറ്റൊരാൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും വല്ലാതെ അസ്വസ്ഥനാക്കും. ഇങ്ങനെ ഓരോ രംഗത്തും തൊലിപ്പുറത്തുള്ളതിനേക്കാൾ ഏറെ തൊലിക്കകത്തുള്ള ഹൃദയത്തെ ബാധിക്കുന്ന രോഗത്തിന്റെ പേരിൽ ഇന്ന് പലരും സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതും സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കണം, സ്വന്തം ഹൃദയത്തിൽ ഈ പറയപ്പെട്ട 3 അസുഖങ്ങളുണ്ടെങ്കിൽ, 1 അഹങ്കാരം, 2 അഹന്ത, 3 അവന്റെ അസൂയ. ഈ 3 സൂക്കേടുകൾ ഏതൊരുത്തന്റെ ഹൃദയത്തിലുണ്ടോ ആ വ്യക്തി കുടുംബത്തിന് സങ്കടമായിരിക്കും, ആ വ്യക്തി നിലനിൽക്കുന്ന കക്ഷികൾക്കും സങ്കടമായിരിക്കും. ആ വ്യക്തിയെ കൊണ്ട് പുറത്തുള്ള നേട്ടങ്ങളെക്കാൾ ഏറെ ആ മനുഷ്യന്റെ നാവുകൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും നഷ്ടം മാത്രമേ ആ കുടുംബത്തിനും വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ആ ഒരു ചിന്ത ഉണ്ടാവാനുള്ള 1ാമത്തെ കാരണം, അവന്റെ ഹൃദയത്തിനുള്ള രോഗത്തിന്റെ 1ാമത്തെ കാരണം അൻ റആഹുസ്തഗ്ന, ഞാൻ വലിയവനാണ് എന്ന തോന്നലുണ്ടാവല, ഞാൻ സംഭവമാണ്, എന്നെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും ഞാനാണ് വലുപ്പമുള്ളവൻ എന്ന ചിന്ത. അഹങ്കാരം പിശാചിന്റെ സ്വഭാവമാണ്. അത് ഹൃദയത്തിൽ കടന്നുകൂടിയാൽ അതൊരു രോഗമാണെന്നും ആ രോഗത്തിന്റെ ചികിത്സ റബ്ബിന്റെ അരികിലാണെന്നും
പ്രാർത്ഥനയുമായി റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി തേടിയിട്ടില്ലെങ്കിൽ, അഹങ്കാരപ്പെട്ട മനസ്സുമായിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന, ഏതെങ്കിലും ഒരാൾ മരിക്കുന്നു, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ, അഹങ്കാരത്തിന്റെ ഒരണുമണിത്തൂക്കം, ഒരു കൊട്ട അഹങ്കാരം വേണ്ട, ഒരണുമണിത്തൂക്കം അഥവാ കത്തിച്ചു കളഞ്ഞ ചാരത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന പൊടികളിൽ നിന്നുള്ള ഒരു പൊടി, ആ പൊടിക്കത്ര അഹങ്കാരം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കയറില്ല. കാരണം ആ മനസ്സിനെ ബാധിച്ച രോഗം പിശാചിന്റെ രോഗമാ. അല്ലാഹ് ആദമിനെ സൃഷ്ടിക്കുകയും എന്നിട്ട് വിളിച്ച് ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ ഫസജദു ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ, ഇബ്ലീസ് ഒഴികെ. കാരണം ഇബ്ലീസ് അബാ, അവൻ പിന്തിരിഞ്ഞവനും, വസ്തക്ബറ, അഹങ്കരിച്ചവനുമായതുകൊണ്ട് ആ അഹങ്കാരത്തിന്റെ സ്വഭാവം അവന്റെ ഹൃദയത്തിലുള്ള കാലത്തോളം അവരെ കൊണ്ട് സമൂഹത്തിനോ വ്യക്തിക്കോ കുടുംബത്തിനോ ഒരു നേട്ടവും ഉണ്ടാവില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും കൂടി വിശദീകരിച്ചു പറഞ്ഞാൽ, ആളുകൾ പുറമെ ഭംഗിയുള്ളവരായിരിക്കും, ഇസ്ലാമിക ചിഹ്നം കൊണ്ട്, താടി കൊണ്ട്, ഇസ്ലാമിക വസ്ത്രവിധാനം കൊണ്ട് ആൾക്കാർ ഗുഡ്, നാട്ടുകാർക്കിടയിൽ വില, സമൂഹത്തിന്റെ ഇടയിൽ സ്ഥാനം. പക്ഷേ ആളുടെ നാവും ഉള്ളും കുപ്പത്തൊട്ടിക്ക് സമമായിരിക്കും. അവന്റെ നാവിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടാൻ പാടാ, അവന്റെ സംസാരത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടാൻ പാടാ. ഇങ്ങനെയുള്ള ആളുകളോട് ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി, പുറം മോടിയേക്കാൾ ഹൃദയശുദ്ധി കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. ഹൃദയത്തെ ബാധിച്ച രോഗത്തിൽ നിന്ന് മുക്തി നേടാതെയാണ് നിങ്ങൾ മരിച്ചു പോകുന്നതെങ്കിൽ, മനുഷ്യരെ, നിസ്കാരത്തയമ്പിന്റെ വലുപ്പം നിങ്ങളെ സ്വർഗത്തിലാക്കാൻ റബ്ബിനെ പ്രേരിപ്പിക്കുകയില്ല. കൊടുത്തു വീട്ടിയ 10,000ങ്ങളുടെ കണക്ക് സ്വർഗത്തിലാക്കാൻ റബ്ബിനെ പ്രേരിപ്പിക്കുകയില്ല. നിങ്ങൾ പട്ടിണി കിടന്ന മാസങ്ങളുടെ വലുപ്പം നിങ്ങളെ സ്വർഗത്തിലേക്കാക്കില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി ആ രൂപത്തിൽ ഇസ്ലാമിക ചിഹ്നങ്ങളുമായി നടക്കലല്ല മതം, മറിച്ച് ഹൃദയത്തോട് റബ്ബിനെ വിശ്വസിച്ച് ചേർത്ത് നിർത്തി അഹങ്കാരമില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത ഒരു ഹൃദയശുദ്ധി നേടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാർക്കേ സാധിക്കൂ? ഏതെങ്കിലും മരുന്നിന് സാധിക്കുകയില്ല. അഹങ്കാരത്തിന് മരുന്ന് സ്വയം മാറല. ആ സ്വയം മാറാനുള്ള ചിന്തയും അല്ലാഹ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലാ തംശി ഫിൽ അർളി മറഹ, ഈ ഭൂമിക്ക് മുകളിലൂടെ അഹന്തയോടെ നിങ്ങൾ നടക്കരുത് മനുഷ്യരെ. ഒരു കാരണത്തിന്റെ പേരിലും നിങ്ങൾക്ക് അഹന്ത തോന്നാൻ പാടില്ല. കാരണം ഈ ലോകം റബ്ബിൻ്റെതാ, ഈ ലോകത്തുള്ള ഓരോ പുൽക്കൊടികളും റബ്ബിൻ്റെതാ. ആ റബ്ബ് നിശ്ചയിച്ച തുച്ഛമായ ജീവിതം, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവനാ ഞാനും നിങ്ങളും. ഓരോ സെക്കൻഡ് കൊണ്ടും അള്ളാന്റെ സ്വർഗം നേടാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നേക്കാൾ കൂടുതൽ സമ്പത്ത് അള്ളാഹ് അയാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹു അവനെ ഒന്നും കൂടി പരീക്ഷിക്കാൻ ശ്രമിച്ചു എന്ന. എനിക്ക് ദാരിദ്ര്യമാണ് റബ്ബ് തന്നതെങ്കിൽ ഞാൻ അവിടെ ചിന്തിക്കേണ്ടതും എന്റെ ദാരിദ്ര്യമായിരിക്കാം. എനിക്ക് പരലോകത്തേക്കുള്ള പുണ്യം, റബ്ബ് എനിക്കെന്ത് തടഞ്ഞോ അതെനിക്ക് പുണ്യമായിരിക്കും. റബ്ബ് എനിക്കെന്ത് തന്നോ അതുകൊണ്ട് എനിക്ക് പരലോകം രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ കണ്ടെത്തുകയും ചെയ്യണം. അതല്ലാതെ കിട്ടിയതിന്റെ പേരിലോ പ്രവർത്തനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കിട്ടിയ ഏതെങ്കിലും ചില സ്ഥാനമാനങ്ങളുടെ പേരിലോ വലാ തംശി ഫിൽ അർളി മറഹ, ഒരു സെക്കൻഡ് പോലും ഈ ഭൂലോകത്തിന്റെ മുകളിൽ അഹങ്കാരത്തോടെ ജീവിക്കരുത്. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. കാരണം ഇന്നകലൻ തഹ്രിക്കൽ അർള, നീ എത്ര നെഞ്ചു വിരിച്ചു നടന്നാലും, നീ ആർക്കൊക്കെ മുൻപിൽ തല പൊന്തിച്ചാലും, നീയാണ് സംഭവം, ഞാനാണവൻ എന്ന് നീ വാശി പിടിച്ചാലും, അള്ളാന്റെ പർവ്വതത്തിന്റെ അത്ര തല പൊന്തിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ലടോ. വലൻ തബ്ലുഗൽ ജിബാല തൂല, ആ റബ്ബിന്റെ പർവ്വതത്തിന്റെ അത്ര നിനക്ക് തല പൊന്തിക്കാൻ പറ്റാത്തതോടൊപ്പം തന്നെ അള്ളാന്റെ ഭൂമിയെ ഒന്ന് പിളർത്താൻ നിന്നെ കൊണ്ട് സാധിക്കുകയില്ലെങ്കിൽ, ഹൃദയത്തെ ബാധിച്ച അഹങ്കാരം എന്ന ഒരു ദുസ്വഭാവത്തോടൊപ്പമുള്ള രോഗം ഇല്ലാതാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അറിയണോ, ലോകത്തിന്റെ റസൂലുള്ളാന്റെ കാലഘട്ടത്തിന് ശേഷം മദീനയിലെ തെരുവിലിരിക്കുന്ന അലി റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ജൂതനായ ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് കേൾക്കെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ, അലി എന്നോട് അന്യായം ചെയ്തിരിക്കുന്നു, അലി എന്നോട് അനാദരവ് കാണിച്ചിരിക്കുന്നു. ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുഖത്തേക്ക് നോക്കി, ജൂതന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഓർമ്മപ്പെടുത്തി, സഹോദരാ, നീ കൊട്ടാരത്തിലേക്ക് അഥവാ നീ ആ സ്ഥലത്തേക്ക്, വിധി പറയുന്ന സ്ഥലത്തേക്ക് നടക്കുക. മദീനത്തെ പള്ളിയിലേക്ക് ജൂതൻ നടന്നു പോകുമ്പോൾ
അലി ഇബ്നു അബീ ത്വാലിബിന്റെ കൈ പിടിച്ച് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് വിളിച്ചു, താൽ അബുൽ ഹസൻ, അബുൽ ഹസൻ മുൻപോട്ട് വരൂ. ആ ചോദ്യം കേട്ടിട്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഖം കൊടുത്തില്ല, തല താഴ്ത്തിക്കളഞ്ഞു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സങ്കടം തോന്നി. എന്റെ വാക്കെന്തേ അലിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു ജൂതനുമായിട്ടുള്ള തർക്കത്തിന്റെ പരിഹാരം കാണാൻ അലിയെ വിളിച്ചത് അലി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അലി ഇബ്നു അബീ ത്വാലിബിന്റെ അരികിൽ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, അല്ല അലി, എന്റെ വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചോ? ഞാൻ വിളിച്ചത് നിങ്ങളെ സങ്കടപ്പെടുത്തിയോ? ആരാ മനുഷ്യരെ ഇത് ചോദിക്കുന്നത്? സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമ, മക്കയും മദീനയും ഷാമും സിറിയയും ഇസ്ലാമിക ഭരണകാലഘട്ടത്തിൽ ഒരു പുൽക്കൊടി പോലും ഉമറിന്റെ പേര് കേട്ടാൽ കിടുകിട പറച്ചിരുന്ന കിസ്റ ചക്രവർത്തിമാര് പോലും സിംഹാസനത്തിന്റെ താഴിറങ്ങി സ്വീകരിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അലി ഇബ്നു അബീ ത്വാലിബിന് മുൻപിൽ ചെന്ന് സങ്കടത്തോടെ ചോദിച്ചു, അല്ല അലി, ഞാൻ വിളിച്ചത് നിനക്ക് ഇഷ്ടമായിട്ടില്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് തിരിച്ചു പറഞ്ഞു, ഇല്ല ഉമർ, നിങ്ങൾ എന്നെ വിളിച്ച ആ വിളി എനിക്കിഷ്ടമായിട്ടില്ല. താൽ അബുൽ ഹസൻ എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു, അതെന്റെ ഓമന പേരാ. ആ വിളി വിളിക്കുമ്പോ എന്റെ എതിരാളി ആ ജൂതന് തോന്നും നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന്. താങ്കൾ ആ വിനയത്തോടെ സ്നേഹത്തോടെ വിളിച്ച വിളി എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. താൽ അലി, അലി എന്ന് വിളിച്ചാൽ മതി. റസൂലുള്ളാന്റെ മകളെ കെട്ടിയ പുതിയാപ്ലയാണെന്ന പരിഗണന എനിക്ക് വേണ്ട ഉമർ. മക്കയിലെ മദീനയിലെ പേര് കേട്ട ഒരു പ്രവാചകന്റെ അനുയായി എന്ന പ്രമാണിത്വം എനിക്ക് വേണ്ട ഉമർ. തആൽ അലി, എന്നെ അലിയായിട്ട് കാണണം. ഇതിലും വലിയൊരു മാനുഷിക പരിഗണന, ഇതിലും വലിയൊരു അഹങ്കാരമില്ലായ്മ ലോകത്തെവിടെ കാണാൻ സാധിക്കും മനുഷ്യരെ? ആ മനസ്സ് നേടിയെടുക്കേണ്ട പൊന്നു മനസ്സാ. നമ്മുടെ ജീവിതം കൊണ്ടും വിശുദ്ധ ഖുർആനിക പാരായണം കൊണ്ടും ദീനീ രംഗത്തിടപെടുന്ന നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പുറത്ത് നമ്മൾ ചെയ്തു കൂട്ടുന്ന അമലുകളെ കൊണ്ടൊന്നും ഒരു നേട്ടവും ആഖിറത്തിൽ നമുക്ക് കിട്ടില്ല മനുഷ്യരെ. അഹങ്കാരമില്ലാത്ത, അഹന്തയില്ലാത്ത, അസൂയയില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ നമ്മെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അഹന്തയും ഈ ലോകത്തുള്ള ലബ്ബ് വെച്ച് നീട്ടുന്ന ഒരു വിഷയത്തിന്റെ പേരിലും അഹന്ത കാണിക്കാനും പാടില്ല, അസൂയപ്പെടാനും പാടില്ല. അസൂയപ്പെടാം, ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി, രണ്ട് കാര്യത്തിൽ നിങ്ങൾക്ക് അസൂയപ്പെടാം. ഒന്ന്, ഒരാൾക്കല്ല വാരിക്കോരി ധനം കൊടുത്തു, അയാൾ അതേപോലെ മറ്റുള്ളവർക്കും പാവപ്പെട്ടവർക്കും അത് വീതിച്ചു കൊടുക്കുന്നത് കാണുമ്പോ നിങ്ങൾക്ക് അസൂയപ്പെടാം. അല്ലാഹുവേ, അതുപോലെ എനിക്കും പണം തന്നിരുന്നെങ്കിൽ ഞാനും കൊടുക്കായിരുന്നു റബ്ബേ അതുപോലെ. രണ്ടാമത്തത്, ഒരാൾക്കൊരുപാട് അറിവുകളുണ്ട്, ആ അറിവ് ജനങ്ങൾക്ക് വേണ്ടി അയാൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ, അറിയിച്ചു കൊടുക്കുമ്പോ നിങ്ങൾക്ക് അസൂയപ്പെടാം. റബ്ബേ, എനിക്കും അതുപോലെ അറിവുണ്ടായിരുന്നെങ്കിൽ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ എനിക്കും അവസരം കിട്ടുമായിരുന്നല്ലോ. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ദുനിയാവിലെ ഒരു വിഷയത്തിന്റെ പേരിലും അസൂയ വെക്കാനോ ആ അസൂയപ്പെട്ട മനസ്സുമായി നടക്കാനോ ലോകത്തിന്റെ പ്രവാചകനോ ഇസ്ലാമിക ചരിത്രമോ നമുക്ക് അവകാശം നൽകിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു സങ്കടമുണ്ടായാലും നമുക്കത് വലിയ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ അയൽപ്പക്കക്കാരന് വല്ല നേട്ടവും ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ വല്ലാതെ അസ്വസ്ഥനാകും. അതുകൊണ്ടാണല്ലോ അയൽപ്പക്കത്തുള്ള മകന് 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ 10ൽ 10 A+ ആണെന്നറിയുമ്പോ സ്വന്തം വീട്ടിലെ 5ാം ക്ലാസ്സുകാരന് വേണ്ടി പേരുകെട്ട സ്കൂളിന്റെ വരാന്ത അന്വേഷിക്കുന്ന രക്ഷിതാക്കളുടെ അസൂയപ്പെട്ട മനസ്സ് ഇന്ന് കുടുംബത്തിൽ സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ്സുകാരനെ പോലും ശ്വാസം വിടാതെ പിടിക്കുമാറ് മറ്റുള്ളവനോട് മത്സരിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പ്രവണത കാണിക്കുമ്പോ അസൂയയുണ്ട് നമ്മളുടെ മനസ്സിൽ. മറ്റൊരുത്തന്റെ നേട്ടം അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. മുൻഗാമികൾ പാടിപ്പറയുന്നത് പോലെ ചിരിക്കുമ്പം കൂടെ ചിരിക്കാൻ 1000 പേരില്ല, നമ്മളെ സന്തോഷത്തിന് കൂടെ കൂടാൻ ആരുമില്ല മനുഷ്യരെ. എന്റെ മകൾക്കാണ് 1ാം റാങ്കെങ്കിൽ ഞാൻ അയൽപ്പക്കക്കാരനോട് സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി എന്റെ മകൾക്ക് 1ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോ അവർക്കത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നില്ല. എന്ന ഒരു ചോദ്യം മാത്രം. കാരണം ഒരാളെ നേട്ടം മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. വിദേശത്ത് പോയി തരക്കേടില്ലാത്ത ജോലി കിട്ടി നാട്ടിൽ വന്നാൽ നമ്മൾ അവനെ പറ്റി കുറ്റം പറഞ്ഞു തുടങ്ങും. അറബിയെ മുക്കിപ്പോന്നതാ, ഇത്രയും ദിവസത്തിന്റെ ഇടയ്ക്ക് ഇത്രയൊക്കെ സമ്പാദിക്കണമെങ്കിൽ എന്തോ കള്ളത്തരങ്ങൾ ഉണ്ടാകും. അസൂയപ്പെട്ട മനസ്സ് ഓരോ രംഗത്തും ഓരോ വിഷയത്തിലും ഈ അസൂയപ്പെട്ട മറ്റൊരുത്തന്റെ നേട്ടം അംഗീകരിക്കാൻ മടി കാണിക്കുന്ന സ്വന്തം ഹൃദയത്തിന്റെ
ആ ഒരു വൃത്തികെട്ട ചിന്താഗതി അത് മാറ്റണം. നമ്മൾ ഓരോരുത്തരും മനസ്സ് തുറന്ന് സ്നേഹിക്കണം, ഹൃദയം തുറന്ന് സംസാരിക്കണം, കപടതയില്ലാതെ ഇടപെടണം. മുസാവാത്ത് നടത്തുമ്പോൾ പോലും ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചത് അതല്ലേ? കൈപിടിച്ച് മുസാവാത്ത് നടത്തുമ്പോൾ നിങ്ങൾ ചലിപ്പിക്കുന്ന ഓരോ ചലനത്തിനനുസരിച്ച് ഉണങ്ങിയ മരച്ചില്ലയിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ നിങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ അള്ള പൊഴിപ്പിച്ചുകൊണ്ടിരിക്കും, അള്ള അടർത്തി മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ കൈപിടിച്ച് സലാം പറയുമ്പോൾ പോലും മാറി നിന്ന് കുറ്റം പറയാനുള്ള ഹൃദയത്തിന്റെ വൃത്തികെട്ട ചിന്താഗതിയാണെങ്കിൽ എവിടെയാ മനുഷ്യരെ നമ്മൾക്ക് മാറ്റം? പിന്നെങ്ങനെയാ മനുഷ്യരെ ആ മനസ്സുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ നമ്മളെ കൊണ്ട് സാധിക്കുക എന്ന തിരിച്ചറിവ് കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. ഈ പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള ആകത്തുക, ശരീരത്തിന് ബാധിച്ച രോഗത്തിന് അള്ളാഹിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ബാധിച്ച രോഗത്തിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന സങ്കടം കൊണ്ടും നമുക്ക് പുണ്യമേയുള്ളൂ. പക്ഷെ മനസ്സിനെ ബാധിച്ച രോഗം അത് നമ്മൾ തീരുമാനിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്ന സെക്കൻഡ് മുതൽ നിങ്ങളെക്കുറിച്ച് നാട്ടുകാരെന്ത് വലുപ്പത്തരം പറഞ്ഞാലും അള്ളാന്റെ മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് പോലും നമ്മൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയില്ല. സ്വർഗത്തിന്റെ കവാടത്തിലെ ഒരു മണം പോലും അള്ള കബറിലേക്ക് നമുക്ക് നീക്കിത്തരികയില്ല. അതുകൊണ്ടാ ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയതും നെറ്റിത്തടത്തിൽ വിയർപ്പുമായി സങ്കടപ്പെട്ട ഹൃദയവുമായി റബ്ബിനെ കാണാനുള്ള ആഗ്രഹത്തോടെ ദുനിയാവിൽ ജീവിക്കണം. അത്രയുള്ളൂ നമ്മളെ ദുനിയാവിലെ ജീവിതം. ആ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ റബ്ബിനോട് ചോദിക്കുക. അതോടൊപ്പം തന്നെ ഈ രൂപത്തിൽ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന പ്രവണത, അതിനെ തടയാനുള്ള മാർഗം കൂടി കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഭാഗങ്ങളും ഈ സംസാരങ്ങളും ലോകത്ത് പലരും കേൾക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് കുടുംബത്തിലെ ഭക്ഷണം മക്കൾക്ക് വേണ്ടാതായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പേരുകെട്ടൊരു മന്ത്രിയുടെ മകൻ 34-ാമത്തെ വയസ്സിൽ ഹാർട്ടിന് ബ്ലോക്ക് വന്ന് മരണപ്പെട്ടു. കേരളത്തിലെ 30-ന്റെയും 40-ന്റെയും വയസ്സിനിടയിലുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ആൻജിയോപ്ലാസ്റ്റും കഴിഞ്ഞ് ബ്ലോക്കും സ്ട്രോക്കുമായി സങ്കടപ്പെട്ട് നടക്കുന്നവരാ. എത്രയേറെ കല്യാണം കഴിച്ച് 10-5 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ലൈംഗിക ശേഷി പോലും നഷ്ടപ്പെട്ട് ഒരേ റൂമിൽ 2 ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന നിരവധി കൊഴുപ്പ് കൂടിയ ചെറുപ്പക്കാരെ ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്തേ കാരണം? കുത്തിപ്പൊരിച്ചതും കല്ലിലിട്ട് പൊരിച്ചതും അജിനാമോട്ടോ ഇട്ട് വാട്ടിയതും പുറത്തുള്ള ഫുഡും ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും അങ്ങനെയുള്ള അറേബ്യൻ ചൈനീസ് ഫുഡുകളുടെ പിന്നാലെ നമ്മളെ മക്കളും കുടുംബങ്ങളും പോയപ്പോ വന്ധ്യത സർവ്വസാധാരണയായി മാറി. മക്കൾക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള കെൽപ്പ് പോലും നഷ്ടപ്പെട്ടു. 36 വയസ്സുള്ളവൻ അറ്റാക്ക് വന്ന് മരണപ്പെടാൻ തുടങ്ങി. ആ രംഗത്ത് സ്വയം ശരീരം നശിപ്പിക്കുന്ന, രോഗം വരുത്തി വെക്കുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. വീട്ടിൽ വെച്ച് കുടിക്കുന്ന കഞ്ഞിയേക്കാളും വലുതല്ല മനുഷ്യരെ ഔട്ടിംഗ് എന്നും പറഞ്ഞ് പുറത്തുപോയി 1000-100 ടിപ്പ് കൊടുത്ത് 10,000-ന്റെ ഭക്ഷണം കഴിച്ചു പോരുന്ന ആ സംസ്കാരമൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചു. കുടിക്കുന്നതും വലിക്കുന്നതും സ്വന്തം ശരീരം കൊല്ലലാണെന്ന് ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിച്ചു നശിച്ചവന് വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നില്ല. ആരാമാണെന്നറിഞ്ഞിട്ടും കൊല്ലരുത് എന്ന് വലിക്കുന്നതുമേലെ എഴുതി വെച്ചിട്ടും വാഞ്ഞു വലിച്ച് ശരീരം നശിപ്പിക്കുന്നവന്റെ കരള് വാടിയാൽ കണ്ണുനീരൊഴിക്കണ്ട. ഒരു മലക്ക് പോലും അവന് വേണ്ടി റബ്ബിനോട് കരയുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അവിടെയെല്ലാം സൂക്ഷിച്ച് ദീനി ചിട്ടയോടെ ജീവിച്ചിട്ടും സൂക്ഷ്മതയോടെ ജീവിച്ചിട്ടും അള്ളാന്റെ പരീക്ഷണം രോഗത്തിന്റെ രൂപത്തിൽ കടന്നു വന്നവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ആ രോഗത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ആ രോഗം കൊണ്ടുണ്ടാകുന്ന സകല കെടുതികളിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ആ രൂപത്തിലായിരിക്കണം രോഗത്തെ നമ്മൾ കാണേണ്ടത്. ആ രോഗം ഏത് സെക്കൻഡും ആരിലേക്കും കടന്നു വരും, പല രൂപത്തിലും. പണ്ടൊക്കെ ഒരു പനി വന്നാൽ 2 ദിവസം റെസ്റ്റ് എടുത്ത് 2 പാരസെറ്റാമോൾ കഴിച്ചാൽ നമുക്കത് സുഖപ്പെടും. ഇന്ന് പനിക്ക് പോലും പേരുകൾ മാറിയാ വരുന്നത്. അത് വന്നതാൽ മരണമേ ബാക്കിയുള്ളൂ എന്ന് പറയുമാറ് പനികളും പടർന്നു പിടിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ എന്തും പുതിയ രോഗങ്ങളാ. മൂക്കൊലിപ്പും കരപ്പനും ചൊറിച്ചിലും ഇതൊന്നും രോഗങ്ങളല്ല, മാരകമായ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ. ഒരാളെ സുബഹിക്ക് പള്ളിയിൽ കണ്ടിട്ടില്ലെങ്കിൽ 10-20 വർഷങ്ങൾക്ക് മുൻപ് ഒരാഴ്ച അയാളോട് പള്ളിയിൽ കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കണം, അല്ല അഹമ്മദ് അക്ക ഒരാഴ്ചയായല്ലോ പള്ളി കണ്ടിട്ടില്ല. അയാൾ തിരിച്ചു പറയും, ഞാനൊരു ചെക്കപ്പിന് പോയി, മണിപ്പാലില് കോയമ്പത്തൂര് ചെന്നു, ടെസ്റ്റ് നടത്തി, അത് മറ്റേ സൂക്കേടാ, 1000-ൽ ഒരാൾക്ക് വരുന്ന സൂക്കേട്, ക്യാൻസർ. പക്ഷെ ഇന്നോ സുബഹിക്ക് പള്ളിയിൽ കാണാത്തവനോട് പിറ്റേന്ന് നേരം വെളുത്തിട്ട് ചോദിക്കൂ, ഇന്നലെ കണ്ടില്ലല്ലോ,
അയാളിൽ ആകവത്തോടെ പറയും, ഇന്നലെ എഴുന്നേറ്റപ്പോൾ ഒരു ശ്വാസം മുട്ടലും ഒരു ഊരവേദനയും കാൽമുട്ടുവേദനയും, എന്തൊക്കെ ഒരു ഉഷാറ് കുറവ്. ഒന്ന് മിംസ് ഹോസ്പിറ്റലിൽ ചെന്നു, ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്തി. എന്താ സൂക്കേട്? അത് മറ്റേ സൂക്കേട് തന്നെ, രോഗത്തിന് അഥവാ മരുന്നില്ലാത്ത സൂക്കേട്, ഇന്നെയും കൊണ്ടുവച്ച് പോകുന്ന സൂക്കേട്. അതൊക്കെ പിന്നെ എല്ലാവർക്കും ഉള്ളതാണല്ലോ, എത്രയെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവുകന്നെ എന്ന് പറയുന്നൊരു ലാഘവത്വം രോഗത്തിന്റെ രൂപത്തിൽ സമുദായത്തിലും സമൂഹത്തിലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്ക് മനുഷ്യരെ. കാരണം പരീക്ഷണം റബ്ബ് രോഗത്തിന്റെ രൂപത്തിലാണ് തരുന്നതെങ്കിൽ പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പട്ടിണിയാണോ? ഒരു ദിവസമോ 2 ദിവസമോ ആഴ്ചകളോ നമുക്ക് പച്ചവെള്ളം കുടിച്ച് ജീവിക്കാം. ഏതെങ്കിലും സങ്കടങ്ങളാണോ? നമുക്ക് അതിജീവിക്കാം. രോഗം കൊണ്ട് ഒരു രാത്രി റബ്ബ് പരീക്ഷിച്ചാൽ, പല്ലെന്ന വസ്തുവിന്റെ പേരിൽ ഒരു വേദന അള്ള വരുത്തിയാൽ, ഒരു രാത്രി റബ്ബ് പരീക്ഷിച്ചാൽ, രോഗം കൊണ്ടെങ്ങാനും റബ്ബ് നമ്മളെ പിടികൂടിയാൽ അതോടെ തീരും മനുഷ്യരെ സന്തോഷം, അതോടെ തീരും മനുഷ്യരെ ദുനിയാവിലെ സുഖങ്ങൾ. അതുകൊണ്ട് പ്രാർത്ഥിക്കണേ, സൂക്കേടിന്റെ കെടുതിയിൽ നിന്ന്, രോഗത്തിന്റെ മാരകതയിൽ നിന്ന് നമ്മളെ, സമൂഹത്തെ, മക്കളെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെപ്പോലെ തന്നെ നമ്മളെ മക്കളെയും രോഗം ബാധിച്ചു കൊണ്ടിരിക്കുകയാ. ചെറിയ പിഞ്ചു മക്കൾക്ക് പോലും ക്യാൻസർ പിടിപെട്ടുകൊണ്ടിരിക്കുകയാ. ഓരോരുത്തരുടെ ശരീരത്തിലും വ്യത്യസ്ത രൂപത്തിലുള്ള രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആനയുടെ കാല് പോലെ കാല് വളരുന്ന മക്കളും, ശരീരത്തിന്റെ തല വീപ്പക്കുറ്റി പോലെ വീർത്തു വരുന്ന മക്കളും, പല്ലുകൾ ഓരോന്നും 6ാമത്തെ വയസ്സിൽ കൊഴിഞ്ഞു പോകുന്ന മക്കളും, എപ്പോഴും ചെവിയിൽ നിന്ന് രക്തമൊലിക്കുന്ന മക്കളും, നിരവധി രൂപങ്ങൾ സമൂഹത്തിൽ നമ്മൾ കാണുമ്പോൾ ഇനിയും റബ്ബിനെ വെല്ലുവിളിച്ച് സമയങ്ങളത്രയും ടിവിന്റെ മുൻപിലിരുന്ന് ഉള്ള ഹറാമെല്ലാം വാരിത്തിന്ന് അള്ളാന്റെ ഖുർആനിനെ ഒന്ന് പരിഗണിക്കാതെ വനിതയും ഗൃഹലക്ഷ്മിയും മാസികകളും വായിച്ച് നെറികെട്ട രാഷ്ട്രീയക്കാരന്റെ തോന്നിവാസങ്ങൾക്ക് വേണ്ടി TV തുറന്നു വെച്ച് ആ പത്രങ്ങൾ വായിച്ച് അങ്ങനെയാണ് മുൻപോട്ട് പോകാൻ നമ്മൾ ഇനിയും താല്പര്യപ്പെടുന്നതെങ്കിൽ അള്ള ഓർമ്മപ്പെടുത്തിയൊരു വാക്കുണ്ട്, ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. അള്ളാന്റെ ഒരു പിടുത്തം വരും മനുഷ്യരെ. ആ പിടുത്തം നിങ്ങളെ തൊട്ട് റബ്ബ് സ്വീകരിച്ചാൽ പിന്നെ ഒരു മഹ്ലൂക്കിനും ഒരു പണത്തിനും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ആ പിടുത്തം വരാതിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തേടുക. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന അനവധി കുടുംബങ്ങളുണ്ട് നാഥ. എല്ലാവർക്കും ആ രോഗങ്ങളെല്ലാം എളുപ്പത്തിൽ ശിഫാക്കി നൽകി ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണമേ. അള്ളാഹുവേ, ആ രോഗത്തെ ക്ഷമയോടെ നേരിടാൻ ആ കുടുംബങ്ങൾക്കും രോഗികൾക്കും നീ തൗഫീക്ക് നൽകണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകളുണ്ട് നാഥ. മക്കളെന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, സ്വന്തം രക്ഷിതാക്കളുടെ പൊരുത്തം കിട്ടി മരിച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, കുടുംബം എല്ലാവർക്കും അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.